ഒരു കിച്ചന്റെ ഉള്ളിൽ എങ്ങനെയാണോ അതേപോലെയാണ് ഫുള്ള്. ഇവിടെ മദ്യപിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരെ വണ്ടി ഇത് മാറ്റി കിട്ടിയാലാണ് നമുക്ക് വണ്ടി പുറത്തിറക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കുറെ വെറൈറ്റികളാണ്. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഭാരത് ബെൻസ്. ഒരിക്കലും മഴ പെയ്തുട്ടാ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിക്ക് പോകാൻ പറ്റില്ല. നിറച്ചും വണ്ടികള് ഓട്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ടിട്ടുണ്ട്. ഒരു സാധനം ഇങ്ങനെ തള്ളച്ചും പറയുന്നുണ്ട്. തലയിൽ തുമ്പിക്കൈ വെച്ചിട്ട് അനുഗ്രഹിക്കുക. എത്ര സമയം എടുത്തിട്ടാണെന്ന് അറിയാം. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് 4. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിൽക്കുന്നത് തിരുനെൽവേലിയിലാണ് കേട്ടോ. ഇനി നമ്മൾ പോണതാണെങ്കിൽ ഏറൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. അതായത് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് ഒരു 20 കിലോമീറ്റർ 30 കിലോമീറ്ററൊക്കെയാണ് തൂത്തുക്കുടിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലോഡ് കിട്ടാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ ഏറൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇനി നമുക്ക് ഒരു ലോഡ് കല്ലിറക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലോഡ് ഇറക്കി. അപ്പോൾ അങ്ങനെ 2 ലോഡും ഇറക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലോഡ് കയറ്റാം. അപ്പോൾ ഇന്ന് ലോഡ് കിട്ടാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഇറക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായി. ഇനി ഊണ് കഴിച്ചിട്ടില്ല. ഊണ് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 40 കിലോമീറ്റർ ഉണ്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് രണ്ടാമത്തെ ലോഡ് ഇറക്കാം. അവിടെ ചെല്ലുമ്പോൾ ഇന്ന് ഇറക്കി കിട്ടുമോ എന്നുള്ളതും അറിയില്ല. എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ നിന്ന് അനീഷ് നേരെ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ വഴിക്ക് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 കിലോമീറ്റർ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല റോഡാണ്, ഒരു കുഴപ്പമില്ല. ഒരു മണിക്കൂറിനുള്ളിൽ എത്തും എന്ന് പറഞ്ഞു. ഇതാണ് നമ്മളുടെ മറ്റേ എന്താ ഇതിൻ്റെ സൈഡിൽ കാണുന്ന ബീവറേജ് കേട്ടോ. ബീവറേജിൻ്റെ സൈഡിൽ തന്നെ കുടിക്കാനുള്ള ഫുൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ വേറെ എവിടെ ഉണ്ടാവുക? അതെ, കുടിച്ചിട്ടിരിക്കുന്ന ചേട്ടന്മാർ നോക്കിയാൽ വള്ളി പൊട്ടിയിരിക്കുന്നു, അടിപൊളി. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കും. നമ്മുടെ അവിടെ ഈ സാധനം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. പക്ഷേ അത് കയ്യിൽ വെച്ച് നടന്നാൽ തന്നെ പോലീസ് പിടിക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ വീട്ടിൽ ഒളിച്ചിരുന്ന് കുടിക്കണം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ഇവിടെ ഒരു പ്രശ്നമില്ല. കാശ് കൊടുത്ത് മേടിക്കുക, അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ ആക്കുക. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. ഇപ്പോൾ എന്തായാലും ഗേറ്റ് തുറക്കട്ടെ കേട്ടോ. നമുക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഗേറ്റ് മാത്രം തുറന്നാൽ പോരാ, കുറച്ച് വണ്ടികളും കൂടി മാറ്റണം. ഈ വണ്ടികൾ മുഴുവൻ ഇവിടെ മദ്യപിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരെ വണ്ടി. ഇത് മാറ്റി കിട്ടിയാലാണ് നമുക്ക് വണ്ടി പുറത്തിറക്കാൻ പറ്റുള്ളൂ. എന്താവുന്നുള്ളത് അറിയില്ല. ഇനി ഹോൺ അടിച്ചാൽ ചിലപ്പോൾ അലമ്പുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഓരോന്ന് ലേശം ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. അല്ലെങ്കിൽ ചീത്ത പറയുന്നുള്ളത് നോക്കാം. എല്ലാ ബൈക്കും മാറ്റി ഒതുക്കി വെക്കേണ്ട ഒന്നും കേട്ടോ. എല്ലാം മാറ്റി ഒതുക്കി വെച്ച് പട്ടം ഒടിച്ചെടുത്തു. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല, പോകാൻ പറ്റില്ല. അത് മുഴുവൻ ഓട്ടർ ഉള്ളികളെ കുത്തിക്കയറ്റി വരുന്നു. എന്തായാലും രക്ഷപ്പെട്ടു. ബീവറേജിൻ്റെ അവിടെ കണ്ടോ മദ്യടിക്കാനുള്ള ഒരു സെറ്റപ്പ്. നമ്മുടെ അവിടെയും എവിടെ നോക്കിയാലും ഈ ഞാവൽപ്പഴം, അതുപോലെ തന്നെ ഇവിടെയും എവിടെ നോക്കിയാലും ഈ ഞാവൽപ്പഴത്തിന്റെ കച്ചവടം കേട്ടോ. ഇത് എവിടെ നിന്നാണ് ഇത്രയധികം ഞാവൽപ്പഴം വരുന്നത്? തമിഴ്നാട് വഴികൾ കിടക്കണം. നോക്കിയേ, വിശാലമായിട്ടാണ് കേട്ടോ തമിഴ്നാട് വഴികൾ ഫുള്ള് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു അപൂർവ സ്ഥലങ്ങളിലാണ് വീതി കുറഞ്ഞ സിറ്റിയുടെ ഉള്ളിലൊക്കെയാണ്. അല്ലാണ്ട് ഔട്ടറുള്ള സിറ്റിയുടെ ഔട്ടറിൽ ഉള്ള എല്ലാ റോഡുകളും ഭയങ്കര വീതി ഉള്ളതും, അതുപോലെ തന്നെ എത്ര വീതി കൂട്ടി ഇപ്പോഴേ ഉണ്ടാക്കാൻ പറ്റുമോ അത്ര വീതി കൂട്ടിയിട്ടാണ് ഫുള്ള് റോഡുകൾ പടുത്തിട്ടേക്കണേ. ഇവിടെയൊക്കെ നോക്കിയേ, റോഡ് കഴിഞ്ഞിട്ട് ഇത് ഇത്ര കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വല്ല പാർക്കിംഗ് ഇതിന് വേണ്ടിയിട്ട് ഫുള്ള് കട്ടൊക്കെ വിരിച്ച് വലിയ ടൗൺ ആയി കഴിഞ്ഞാൽ അങ്ങനെയായിട്ട് ചെയ്തിട്ടേക്കാണ് കേട്ടോ. നമ്മുടെ അവിടെ റോഡുള്ള വീതി ഒരു ചെറുതായിട്ട് അപ്പുറത്തെ കൂട്ടാൻ തന്നെ പറ്റണില്ല. ഇവിടെ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് തന്നെ സുഖമായിട്ട് വീതി കൂട്ടാനുള്ള പരിപാടി എല്ലാ റോഡിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കിയേ, കട്ട വിരിച്ചേക്കണം മൊത്തം. ഇങ്ങനെ റോഡിന്റെ 2 സൈഡും ഇല്ലേ കട്ട പതിപ്പിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളി എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഉണ്ടാവില്ല. അതുപോലെ എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഒന്നും ഉണ്ടാവില്ല. സുഖമാണ്. വണ്ടി ഇപ്പൊ ഒന്ന് വീതിയിൽ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒന്ന് ഒതുക്കി കൊടുക്കണമെങ്കിൽ പാർക്ക് ചെയ്യണമെങ്കിലൊക്കെ എന്ത് സുഖം നോക്കി. ഇത്ര വീതി ഉള്ളതുകൊണ്ട് ഫുള്ള് കട്ട വിരിച്ചേക്കാന്ന്. കിലോമീറ്ററോളം റോഡിന് ആകെ ശരിക്കും 2 വരിപ്പാതയാണ് ഉള്ളത്. പക്ഷെ വീതി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടനായിട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പൊ മഴ പെയ്താൽ എന്തായാലും ഒരു കുഴപ്പമില്ല. ഓരോ കിലോമീറ്റർ ഇടവിട്ട് ഈ സ്പീഡ് ബാരിയർ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇത് എന്തിനു വേണ്ടി വെച്ചേക്കണതെന്നുള്ള സ്പീഡ് ബാരിയർ എന്തിനാന്നുള്ളത് അറിയാം. പക്ഷെ ഇത് ഇങ്ങനെ കൊണ്ടുവച്ചാൽ വലിയ വണ്ടികൾ വരുന്ന സമയത്ത് ഒടിഞ്ഞു കിട്ടാണ്ട് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാം. രാജസ്ഥാനിലെത്തിയ പോലെ ആയിട്ടാ മൊത്തത്തില് വെളിവുള്ള സ്ഥലങ്ങളായി. ദൂര സ്ഥലങ്ങളാണ് വെറുതെ കിടക്കണേന്നുണ്ട്. തമിഴ്നാട്ടിൽ എത്ര അധികം ഈ ഏരിയകളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിന് 2 വശത്തും വിജനമായിട്ടുള്ള ഏരിയകൾ കണ്ടമാനം ഉണ്ടായിരിക്കും. ഇവിടെയൊക്കെ നമ്മളെ എവിടെയായാലും റോഡിൻ്റെ സൈഡിലൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എവിടെ ഉണ്ടാവില്ല. പിന്നെ വണ്ടികളൊക്കെ വളരെ കുറവും വഴിയൊക്കെ വളരെ വീതി കൂടിയതായിരിക്കും. നമ്മളുടെ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയൊക്കെ വളരെ ചെറുതും വണ്ടികളാണെങ്കിൽ കണ്ടമാനം ഉണ്ടാവും. വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 50 കിലോമീറ്റർ ഓടണമെങ്കിൽ 50 മിനിറ്റ് മതി. നമ്മുടെ അവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
കിലോമീറ്റർ ആണെങ്കിൽ 3 മണിക്കൂർ വേണമെന്ന് പറഞ്ഞ പോലത്തെ ഗതികേടായി. പ്ലോട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ട്, ഹൗസിംഗ് പ്ലോട്ടുകളാണെന്നുണ്ട് മൊത്തം. ഈ വഴിക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഈ വഴിക്ക് വന്നിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബദൽ റോഡാണ്. അതായത് തിരുനെൽവേലിയിൽ നിന്ന് നമ്മൾ തൂത്തുക്കുടി പോകുന്ന റോഡിൻ്റെ ബദലായിട്ട് ഒരു റോഡ് പോകുന്നുണ്ട്, പാരലൽ റോഡ്. അതാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനീഷ എന്തിട്ടായിരുന്നു നമ്മൾ പോണ ഏറൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഇത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് തൂത്തുക്കുടിക്ക് ഒരു 30-40 കിലോമീറ്റർ അങ്ങോട്ടാണ് ഉള്ളൂ. എന്തായാലും ഇവരുടെ ഇങ്ങനെയുള്ള പ്രദേശത്തുകൂടെ യാത്ര ചെയ്യാൻ നല്ല രസമായിട്ടാണ്. വിജനമായിട്ടുള്ള പ്രദേശത്തുകൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞൊരു ഇതാണ്. പക്ഷെ നല്ല വെയിലാണ്. നമ്മുടെ അവിടെ നല്ല മഴയും. ഇവിടെയാണെങ്കിൽ മഴ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഇവിടെ 11 മാസം ചൂടാന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ. അപ്പോൾ ആൾ പറഞ്ഞെന്താ വെച്ചാൽ ഈ ഓടിന് ഇവിടെ ഇത്രയധികം ചിലവ് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടുകളുടെയും മുകളിൽ ടെറസിൽ ഈ ഓട് ഒട്ടിക്കുന്നു. ഈ ഓട് ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്തോ സാങ്ഷൻ കൊടുക്കുള്ളൂ അങ്ങനെ എന്തോ ഉണ്ടെന്നുണ്ട് വീട് പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഓൾറെഡി എല്ലാവരും ഇത് ഒട്ടിക്കാൻ വേണ്ടി വീട്ട് നമ്പർ കൊടുക്കുള്ളൂ. ഇവിടെ കണ്ടു ആ ഓട് അട്ടിട്ട് വെച്ചേക്കണേ. അപ്പോൾ അതുകൊണ്ട് വീട്ട് നമ്പർ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓട് പതിപ്പിച്ചാലാണ് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ ഇത്രയധികം സെയില് ഈ ഓടിനായിട്ട്. നമ്മുടെ നാട്ടിൽ ആരും ടെറസിൽ ഓട് ഒട്ടിച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ചൂട് കുറയ്ക്കാനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് ഒട്ടിക്കാൻ നല്ലത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ. വാഴ കൃഷി നോക്കിയേ എന്തോ ഒരു സ്ഥലത്താണ്. പക്ഷേ ഇല മൊത്തം കീറിപ്പോയിട്ട് നല്ല കാറ്റുള്ള സ്ഥലമാണെന്നുണ്ട് ഒന്നും ഇതില്ല. ഒരു സ്ഥലത്ത് വാഴയാണെങ്കിൽ ഭാഗം മൊത്തം വാഴ കൃഷി ആയിരിക്കും. ഒരു ഏക്കർ കണക്കിന് ബാക്കിലേക്ക് ഇങ്ങനെ വാഴ കൃഷി എന്ന് അറിയും. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വേറെ വല്ല കൃഷിയാണെങ്കിൽ ആ ഭാഗം മൊത്തം അങ്ങനെ ആയിരിക്കും. 2 സൈഡും അതേ ഉണ്ടോ വാഴ നിൽക്കണൊക്കെ. അവിടെയൊക്കെ ഫുള്ള് വാഴയാണ്. വാഴയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, കരിഞ്ഞൂല് വാഴയൊക്കെ അടിവശം തീയിട്ടുണ്ടായിരുന്ന. കാറ്റ് മാത്രമാണോ ബാധിച്ചേക്കണത്, അത് വേറെ വല്ലതും സംഭവിച്ചതാണോ? ഇതെന്ത് വാഴ ഇത്? നേന്ത്രക്കൊലയൊന്നുമല്ല കേട്ടോ, വേറെ എന്തോ ടൈപ്പ് വാഴയാ. ബജ്ജിക്കായ അല്ലേ കണ്ടിട്ട്? ശരിയാ. അവിടെ ഒരെണ്ണം ഉണ്ടായി നിൽക്കണത് അങ്ങനെയാ. ഒരു പ്രത്യേകത വാഴയ്ക്ക്. തമിഴന്മാരെപ്പോഴും വീട് റോഡ് സൈഡിലല്ല വെക്കുക. ഇവരെപ്പോഴും അവർക്ക് പറമ്പുണ്ടെങ്കിൽ ഉള്ള സൈഡിലാണ്, പറമ്പിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇവർ വീട് വയ്ക്കുക. മറ്റത് അങ്ങനെയല്ല. സാധാരണ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ ഏറ്റവും മുട്ടിച്ച് വീട് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അടുത്ത് കൊണ്ടുവന്നിട്ട് വീട് വയ്ക്കും. ഇവരെപ്പോഴും ഉള്ളേരിയകളിലായിരിക്കും വീട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മെയിൻ റോഡിൻ്റെ സൈഡിൽ ഒറ്റ ആൾക്കാർ വീട് കാണില്ല, വളരെ അപൂർവമാവും കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിൽക്കുന്ന മരം ഉണ്ടല്ലോ, ഇതിൻ്റെ വിറകാണ് ഫുള്ള് നമ്മുടെ കാലടിക്ക് ഒരു ദിവസം കയറ്റിപ്പോയി. നിൽക്കണ മരത്തിൻ്റെ ഇത് ഞാൻ വിചാരിച്ച വെറുതെ ഉണ്ടായി നിൽക്കുന്ന ഒരു മരമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നിന്നത്. പക്ഷേ ഇത് ഇത്രയധികം വിറകിന് പുളീനേക്കാളും പ്രാധാന്യമുള്ളൊരു മരമാണ്. ഇത് പിന്നീടാണ് നമുക്ക് വിറക് കൊണ്ടപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഇതിൽ നിന്നാണ് ഫുള്ള് കത്തിക്കാനുള്ള കരിയും സംഭവങ്ങളൊക്കെ ഫുള്ള് ഉണ്ടാക്കണേ. ഈ നമ്മുടെ അൽഫാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചൂടാൻ വേണ്ടി ചാർക്കോളില്ലേ, അതൊക്കെ ഇതിൽ നിന്നാണ്. വെള്ളം പോകുന്നുണ്ട്. ഒരു നദിയാട്ടത്, ഏതൊരു വലിയ നദിയാണ്. പേര് നോക്കി കഴിഞ്ഞാൽ അറിയാം. അയ്യോ, അതിന് കുറുകിയൊരു ഇത് പോകുന്നുണ്ട്, പാലം പോകുന്നുണ്ട്. ഏതാ? താമരഭരണി പേര്. പരന്നക്ക് പോണ്ടായിരുന്നല്ലോ. നദി കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ പേര് പേടിച്ചു. അമൃതേശ്വരം തീർത്ഥം അല്ലേ? അതാണ്. അപ്പം അങ്ങനെ നമുക്കൊരറിവ് കൂടുതൽ കിട്ടിയിരിക്കുകയാണ്. 36 കിലോമീറ്റർ നമുക്ക് ഇനി പോകണം കേട്ടോ. ആ പറഞ്ഞ സ്ഥലത്തേക്ക് 36 ആണല്ലോ കാണിക്കുക. 36 ഇല്ലല്ലോ നമ്മുടെ 22 കിലോമീറ്റർ കാണിക്കണുള്ളൂ. അത് 36 വേറെ വല്ല സ്ഥലത്തേക്കുള്ളതായിരിക്കും. തമിഴ്നാട് റോഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുവിധം ഈ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറ്റിറക്കങ്ങളൊക്കെ കുറവാണ്. ഒരുവിധം പ്ലെയിൻ റോഡുകളാവും. എല്ലാ റോഡുകളും ഏറെക്കുറെ പ്ലെയിനാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറി പോണ റോഡ് ഒരു കയറ്റുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ബാക്കി നമ്മൾ വന്ന റോഡുകളിലൊന്നും എന്താ പറയുക കയറ്റിറക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ അവിടെ എപ്പോഴും റോഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയ കയറ്റം, ഒരു ചെറിയ ഇറക്കൊക്കെ ആയിട്ട് എല്ലാ റോഡുകൾക്കും ഉണ്ടാവില്ല. ഇത് അങ്ങനെ ഒന്നുമില്ല. ഇവിടെ മാത്രം ഇപ്പോൾ ഒരു കയറ്റം വന്നു. എത്ര കിലോമീറ്റർ വരുമ്പോഴാണെന്നറിയോ ചെറിയ കയറ്റം, അല്ലെങ്കിൽ അതൊരു കുന്നുള്ളത് കൊണ്ട് ആ കുന്ന് കുഴിച്ച് ഒരു ഇത് ചെയ്തിട്ടില്ല. റോഡിൻ്റെ സൈഡിലൊക്കെ പണി നടക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കണ പോലെ സെയിം. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പണിയാകുന്നതുകൊണ്ട് എല്ലായിടത്തും ഒരേപോലെ നടക്കുന്നുണ്ട്. ഈ മറ്റേ ഇതിൻ്റെ കാനയുടെ പണി റോഡിൻ്റെ സൈഡിൽ. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ റോഡിൻ്റെ സൈഡിൽ ഇപ്പോൾ എന്തോരം വീട് വരുന്ന സമയമായി. ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം ഉണ്ടാവില്ല ഇവർക്ക്. അങ്ങനെ ഉണ്ടാവും പ്രശ്നമേ. ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം കുറവാകും. ഇവർ വെള്ളമുള്ള സ്ഥലത്താവും മെയിനായിട്ട് ഇവരെ ഉള്ളേരിയകളിൽ വീട് പണിയണത്. ചലഞ്ചർ, ഇതാണ് ചലഞ്ചർ. ഇതായിട്ട് പോകണ്ടല്ലോ നമ്മളുടെ
പനനങ്ക് കൊണ്ടുപോണ വണ്ടിയാണ്. ഇവിടെയൊക്കെ പനനങ്ക് ഉണ്ടായിരിക്കണുണ്ട്. ഇതിലൊക്കെ ഇഷ്ടം പോലെ പനനങ്ക് ഉണ്ട്. ചെത്താൻ വേണ്ടിയിട്ട്. അതെ, പക്ഷെ ഇത് സംഭവം എന്താ പറയാ, ഇത് ഉണ്ടാക്കാൻ ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ അത് പനനങ്ക. പക്ഷെ സാധാരണ നമ്മുടെ കള്ള് ചെത്താൻ വേണ്ടി കൊടുക്കില്ലേ? ഈ രാമനാഥപുരം ആ ഭാഗമില്ലേ, അത് ഞങ്ങളൊരു സ്ഥലത്ത് ചോദിച്ചു, ആൾക്കാരോട് ചോദിച്ചേ. അപ്പൊ അവര് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിൽ കള്ള് ചെത്തുകാരുണ്ടല്ലോ, അതേപോലെ അങ്ങനെയുള്ള ആൾക്കാർ ടെൻഡർ എടുത്തിട്ട് അവർ ചെത്തും. എന്നിട്ട് അവര് മറ്റേ ഇത് ഉണ്ടാക്കും. അതുകൊണ്ട് എന്താ പറയാ, കരിപ്പട്ടി ശർക്കര ഇല്ലേ, അതൊക്കെ ഞങ്ങൾ പോയി കണ്ടതാണേ. അപ്പൊ അവര് ആ സമയത്ത് അങ്ങനെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ജ്യൂസ് കടയാണല്ലോ, ജ്യൂസ്, ഫ്രൂട്ട്സ്. അമ്പലത്തിൻ്റെ അവിടെ ആൾക്കാർ നല്ല ഉപ്പിലിട്ട സാധനങ്ങൾ ആലിൻ്റെ ചോട്ടിലേ ഇങ്ങനെ തണലുള്ള സ്ഥലത്ത് വരുമ്പോൾ എല്ലാ ആൾക്കാരും ഇവിടെയൊക്കെ നിർത്തും. അവിടെ വേറെ സംഭവം ഇരിക്കുന്നുണ്ട്. അത് നമ്മുടെ അവിടുത്തെ തേങ്ങ മുളപ്പിച്ചത്, അത് ഈ തമിഴ്നാട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെന്നൈ സൈഡിലൊക്കെ തേങ്ങ മുളപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പൊങ്ങില്ലേ, നമ്മൾ പൊങ്ങുന്നല്ലേ പറയുക? അല്ലല്ല, അത് തിന്നാൻ വേണ്ടിയിട്ട്. വഴിപാടിന് പൊങ്ങ് അത് ഞാൻ കേട്ടിട്ടില്ല. അതെ, പക്ഷെ ഞാൻ വിചാരിക്കുന്നത് തിന്നാനുള്ളതാവുന്നതാണ്. എന്താണെന്ന് അറിയില്ല, അറിയാവുന്നവരത് കമന്റ് ചെയ്തോളൂ. ഈ ഭാഗത്തെ പ്രത്യേകത എന്നുകൊണ്ട് ഈ ചലഞ്ചർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അന്യം നിന്ന് പോയി എന്ന് പറയില്ലേ. നമ്മുടെ അവിടെ ഇപ്പൊ മറ്റേ ഇതുണ്ട്, കമാൻഡർ ജീപ്പൊക്കെ ഇടുക്കി ഭാഗത്ത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഈ സൈസ് സാധനം കണ്ടിട്ടില്ലേ? ഇതൊക്കെ കുറേ കൊല്ലം പഴക്കമുള്ള സാധനമല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇവിടെ പമ്പലൊന്നും ഇല്ലടാ, കണ്ടില്ലേ ഫ്രൂട്ട്സിന്റെ കട? അത് ഈ ഒരേ തണലത്തെ തണലത്തൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് സെറ്റ് ചെയ്യണതാ. ഇല്ലല്ല, അത് അമ്പലം ഉള്ളതുകൊണ്ട് അപ്പൊ ചിലപ്പോ നീ പറഞ്ഞത് ശരിയായിരിക്കാം. ഇവിടെ വലിയൊരു ഡാമൊക്കെ ഉണ്ട് കേട്ടോ, അതിന്റെ മുകളിൽ കൂടെ ഒരു പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇവിടെ കൃഷി ഇഷ്ടം പോലെ നടക്കുന്നത്. വാഴയൊക്കെ ഇത്രയധികം കണ്ടില്ല നമ്മള്. ചെറിയ ചെറിയ ടൗണുകളുണ്ട് കേട്ടോ പോണ വഴിക്ക്. വണ്ടികളൊക്കെ പഴയ കാലത്തെ വണ്ടികളല്ലാണ്ട് പുതിയ വണ്ടികളൊന്നും കാണുന്നില്ല ഇങ്ങനെ ഉള്ളു പ്രദേശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ. എല്ലാ വണ്ടികളും പഴയതാണ്. ശരിക്കും പറഞ്ഞ ഒരു ഉൾഗ്രാമമാണ് കേട്ടോ. നമ്മളിപ്പോൾ വല്ല ടൂർ വരികയാണെങ്കിലൊന്നും ഒരിക്കലും വരുന്ന ഒരു വഴിയോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ നമുക്കിങ്ങനെ പുതിയ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ ഈ വണ്ടിയിലുള്ള യാത്രയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റുക. അല്ലെങ്കിൽ പുതിയ എന്താ പറയുക ഗ്രാമങ്ങളുടെ ഉള്ളിൽ കൂടെയുള്ള യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുക ഇങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഉള്ളൂ. പുഴയല്ലേ, കുളിക്കാനൊന്നും പറ്റില്ല എന്നുണ്ടല്ലോ, നല്ല വെള്ളം നല്ല എന്നുണ്ട് കണ്ടിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഈ പുഴ അങ്ങേറ്റം വരെ ഉണ്ടെങ്കിലേ കുളിച്ചിട്ട് പോവാം. കുളിക്കാനുള്ള സ്ഥലമേ, കുളിച്ചിട്ട് കിടന്നുറങ്ങണം ഒന്ന് അടിപൊളിയായിട്ട്. എന്നാലാണ്. കുറേ നേരം വണ്ടിയുടെ ഉള്ളിൽ വന്ന് കിടന്നു, പക്ഷെ ഉറക്കൊന്നും വന്നില്ല. അമ്പലത്തിന്റെ കുളമാണ് സംഭവം, പക്ഷെ കുളത്തിൽ വലിയ കാര്യമായിട്ട് വെള്ളമില്ല. ഉള്ള വെള്ളമാണെങ്കിൽ അഴുക്കായിട്ട് കിടക്കുക, ക്ലീൻ ചെയ്തിട്ടില്ല. ഇപ്പുറത്തെ ഡാമുണ്ട്, ഇത് നിങ്ങളുടെ അടിച്ചിട്ടാൽ മതി. ഡാമല്ല, തോടുണ്ട്, അതിന് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അവിടുത്തെ വെള്ളത്തിന്റെ ലെവൽ അനുസരിച്ചാണ് ഇതില് വെള്ളം. പനനങ്ക് ഇതെല്ലാ സ്ഥലത്തും ഇറക്കി കൊടുക്കണതാടാ ആ വണ്ടി. നമ്മൾ പോണ വഴി നോക്കിയേ, അഗ്രഹാരത്തിന്റെ ഉള്ളിൽ കൂടെ പോണ വഴി ഉണ്ട് അല്ലേ? റോഡൊക്കെ മറ്റേ കട്ട വിരിച്ച റോഡ്, രണ്ട് സൈഡില് മെയിൻ റോഡാണ് പറയുമ്പോ. രണ്ട് സൈഡില് ബിൽഡിങ്ങും, മതിലാണ് ബിൽഡിംഗ് ആണത്, ബിൽഡിംഗ് ആണത്, വീടുകൾ തന്നെയാണത്. പക്ഷെ മതില് പോലെ ഇരിക്കണതേ കുറച്ച് ഏരിയ മാത്രം, ടൗണിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ വഴി. എനിക്ക് ഇങ്ങനത്തെ വഴിയിലൂടെയൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പുതിയ പുതിയ വഴികളൊക്കെ ഇല്ല, അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ അങ്ങനെ പോവുക. ഇതിലാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ കാഴ്ച. കാറിലൊക്കെ ആകുമ്പോൾ നമ്മൾ സ്പീഡിൽ ഇങ്ങനെ ഒറ്റയടിക്ക് പോകുമ്പോൾ ഒന്നും കാണാനൊന്നും പറ്റില്ല. ഇതാകുമ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോവാം. നമ്മളിവിടെ എത്തിയതിനെ തുടർന്നുള്ള മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ? മഴക്കാറുണ്ട് എന്തായാലും നന്നായിട്ട്. എന്തായാലും ഇറക്കി കഴിഞ്ഞിട്ട് പെയ്താൽ മതിയായിരുന്നു പെയ്യാണെങ്കിൽ. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴേ ഞാൻ വീഡിയോ എടുക്കുന്നതിനേക്കാളും മുന്നേ തീർന്നു പോയി. അതെ, ഇവിടെ ഉണ്ടെന്ന് കൊണ്ട് കണ്ടു ഫുള്ള്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടിക ഉണ്ടാക്കണ കമ്പനികളാണ്. നമ്മുടെ അവിടുത്തെ ഓട്ട് കമ്പനി എന്ന് പറഞ്ഞ പോലെ ഇവിടെയൊക്കെ കാണാണ്ട് കണ്ടോ, നിറച്ച് ഇതിൻ്റെ ബാക്കിലൊക്കെ അത് തന്നെയാണ്. ഇഷ്ടിക ചൂളകളാണ് ഫുള്ള്. കട്ടമാനം ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടുണ്ട്. കളിമണ്ണല്ല കേട്ടോ, ഒരു സാധാ ടൈപ്പ് മണ്ണ് പോലെ തോന്നണം കണ്ടിട്ട്.
ഇവിടെ കുറച്ചിടം മാത്രം പണി നടക്കണ്ട കേട്ടോ. റോഡിന്റെ ഫുൾ പണി തീർന്നിട്ടില്ല. ഇതൊരു പുതിയ റോഡാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല. കുറച്ച് ദൂരം മാത്രം വഴി മോശം ഉണ്ടായിരുന്നുള്ളൂ. ആടുകളെ മേയം വിട്ടിട്ടുള്ളതാ. എന്തോരം ആടുകളാ നോക്കി. പച്ചപ്പിള്ളാരൊന്നുമില്ല. സൈഡ് റോഡിന്റെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കട്ട വിരിച്ചിട്ട് എല്ലാം ഫിനിഷ് ചെയ്തോണ്ടിരിക്കുക. നോക്കി എന്ത് സ്ട്രോങ്ങിലാ ചെയ്യണേന്ന്. ആ പണി വരെ നെൽപ്പാടങ്ങളാണ് കേട്ടോ ഒക്കെ രണ്ട് സൈഡിലും. അതെ, മഴ പെയ്യണോ. ഇറക്കാൻ നിൽക്കുമ്പോൾ മഴ പെയ്താൽ മതി. അപ്പൊ പിന്നെ ഇന്നത്തെ ഇറക്ക് കഴിഞ്ഞു. ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നല്ല അടിപൊളി ആയിട്ട് കാഴ്ചയിലിട്ടാ തിന്നു നോക്കിയിട്ടില്ല, ഉണ്ടാക്കണ മറ്റേ എണ്ണക്കടികൾ ഇരിക്കണുണ്ടോ. എന്നാൽ അത് രണ്ടെണ്ണം മേടിച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നോക്കട്ടെ എന്നിട്ട് സാധനം. ഓ ഉണ്ട് ചേട്ടാ. ഇതൊരു രണ്ടെണ്ണം, ഇതൊരു രണ്ടെണ്ണം, ഇതൊരു രണ്ടെണ്ണം എടുത്തോ. നോട്ടെ, കുറേ വെറൈറ്റികളാണ് ഉണ്ടല്ലേ. രാവിലേന്ന് പോയപ്പോൾ തന്നെ വണ്ടി നിർത്താൻ തോന്നിച്ചു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏതെടുത്താലും 10 രൂപ, ഏതെടുത്താലും 10 രൂപ. അപ്പോൾ എന്തായാലും മേടിച്ചിട്ടുണ്ട്. ഒരു ബാഗ് നിറച്ച സാധനം കിട്ടിയിട്ടുണ്ട്. ബാക്കി മേടിച്ച് പോട്ടെ. ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ഇതേപോലെ തന്നെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് പപ്സ് കഴിച്ചു. എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയും. സംഭവം ഇനിയിപ്പോൾ ഇത്ര അധികം ഉള്ളതുകൊണ്ട് ഇനി തിന്നാനും പറ്റില്ല. വണ്ടി അവിടെ ഒതുക്കി നിർത്തിയിട്ടാണ് ഞങ്ങൾ വന്നൊരു ചെറിയ വഴിക്കാണ് കേട്ടോ ഇനി പോണത്. നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് ചെറിയ വഴിക്ക് മാറി കയറിയത്. ഇവിടെ മഴ പെയ്തിട്ടുണ്ട്. വണ്ടിയിലൊക്കെ നോക്കി വെള്ളം വീഴുന്നത്. നമ്മൾ വന്നപ്പോൾ മഴയും പെയ്തു. സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിവട, ഉഴുന്നുവട, പിന്നെ ബജ്ജി. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. അതിന് പകരം ഇതാക്കാം. സംഭവം കലക്കട്ടെ. നമുക്ക് എത്താറായിട്ട് ഇനി ഒരു 3 കിലോമീറ്റർ കിട്ടിയുള്ളേ. മഴ പെയ്തു കേട്ടാ. ചെറുതായിട്ടുള്ളൂ. തമിഴ്നാട് മഴ, അത് ഇത്ര തന്നെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. നമ്മൾ ആദ്യം ഒരു ഗ്രാമപ്രദേശ വഴിക്കടിയാണ് വന്നത്. അതിനും ചെറുതായി റോഡ്. ഇനിയിപ്പോൾ ഇതിനും ചെറുതാവും. നമ്മൾ ഏറ്റവും അവസാനം വണ്ടി പോകാത്ത വഴിക്കെത്തുമോ അനീഷ? സംശയം. ബജ്ജിയും സാധനങ്ങളും മേടിച്ചത് കടായി. കാരണം കാണാനുള്ള ഭംഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടേസ്റ്റ് ഉണ്ടായില്ല. പെട്ടുപോയി. വെളിച്ചെണ്ണയുടെ കറച്ചൊന്നും കേട്ടോ, ടേസ്റ്റ് ഇല്ല. സാധാരണ കായത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരണ്ടേ ബജ്ജിക്കൊക്കെ, അതൊന്നുമില്ല. നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന പോയിക്കൊണ്ടിരുന്ന ഒരു 10-30 കിലോമീറ്റർ ആയിട്ട് ഈ പുഴയുടെ സൈഡിൽ കൂടെ ആയിരുന്നു. ഇപ്പോഴാണ് നമ്മൾ പുഴേനെ ക്രോസ് ചെയ്യണം കേട്ടാ. വണ്ടം പുഴയാണ് കണ്ട. ഈ സാധനം വെള്ളം നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വഴിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള 100% ഉറപ്പാണ്. കാരണം വെച്ചാൽ നോക്കി ആകെ ഇത്ര ഗ്യാപ്പുള്ളൂ കണ്ടോ. ഇപ്പം തന്നെ വെള്ളം ആകെ ഇത്തിരി ഉള്ളൂ. ആകെ കുറച്ച് വെള്ളം ഉണ്ടായിട്ട് റോഡിൻ്റെ ഹൈറ്റ് ഇത്ര. ഇതെന്താണോ ഇങ്ങനെ ലേശം പൊക്കത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേ. പുതിയ പാലെന്താ മുകളിൽ വരുന്നില്ലേ. ഇത് ബൈ റോഡ് തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാ ഇത് അല്ലേ. ഇത് പഴയത്. ഓക്കെ, അപ്പൊ പുതിയത് മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ബാക്കിൽ വരുന്നിട്ടാ. ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി. അവര് ഗോഡൗൺ കുറച്ച് ബാക്കിൽ ഇതേ മരം നിൽക്കണതിൻ്റെ അവിടെയാണ്. അപ്പോൾ ആളെന്നെ ബൈക്കിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ബാക്കിൽ വണ്ടി വന്നോളാൻ പറഞ്ഞിട്ട് നേരെ പോകട്ടാ. ഇതാണ് കേട്ടോ ഇവര് ഗോഡൗൺ. അപ്പോൾ അതേ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ വണ്ടി വരുമ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടേക്ക് കയറ്റി നിർത്തിക്കുക. ഇവിടേക്ക് കയറ്റി നിർത്തിയിട്ട് യൂണിയൻകാർ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ബാക്ക് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഓടിച്ച് ഇവിടേക്ക് കയറ്റി നിർത്തട്ടെ. കമ്പിയുടെ ഉള്ളിലേക്ക് എടുത്തു. അതിൻ്റെ ഉള്ളിൽ വണ്ടി കയറ്റിയിട്ടു കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, ഇറക്കി തുടങ്ങിയിട്ടുണ്ട് അവർ. അപ്പോൾ ഇനിയിപ്പോൾ 2 മണിക്കൂറൊക്കെ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രിയാവും എന്തായാലും 6 മണിക്കാവും. ഇന്നത്തെ ഓട്ടത്തിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഗോവിന്ദ് തന്നെയാണ്. ഞാൻ വിചാരിച്ചു ഇന്നൊരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറക്കി തീരുകയാണെങ്കിൽ നമുക്ക് അടുത്ത ലോഡ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കയറ്റാമെന്ന് ചോദിച്ചിട്ടായിരുന്നു നിന്നുണ്ടായിരുന്നത്. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറക്കി കിട്ടാനുള്ള ടൈം നേരം വൈകിയതുകൊണ്ട് തന്നെ രക്ഷയൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ എന്തായാലും നാളെ തന്നെ മിക്കവാറും കയറ്റാൻ ചാൻസ് ഉള്ളൂ. ഇന്നിപ്പോൾ കയറ്റി കിട്ടില്ല. അപ്പോൾ ആൾ വിളിച്ചപ്പോൾ ആൾ പറയും നിങ്ങൾ വായോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇറക്കി കഴിഞ്ഞിട്ട് വേണ്ടേ. ഇത് ഇറക്കി കഴിയുമ്പോൾ എങ്ങനെയായാലും 2-2.5 മണിക്കൂർ എടുക്കും ഇറക്കി കഴിയാനായിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് രക്ഷയൊന്നുമില്ല. നോക്കി നോക്കട്ടെ. എന്നിപ്പോൾ എന്താണ് എപ്പോഴാണ് കഴിയണേന്നൊക്കെ നോക്കിയിട്ട് കാണാം. കുറച്ച് നേരം വീണ്ടും ഒന്ന് കിടന്നുറങ്ങട്ടെ.
എന്തായാലും ലോഡ് ഇറക്കി കിട്ടാനായിട്ട് കുറേ സമയം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അനീഷും അവിടെ ഒരു ചായക്കടയുണ്ട്. അപ്പോൾ അവിടെ വരെ നടന്നൊരു ചായ കുടിക്കാമെന്ന് വെച്ചിട്ടാണ്. നേരത്തെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കടി മാത്രം കഴിച്ചു. ആ കടി പൊട്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചായ കുടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഒരു കാൽ ചായ അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ക്ഷീണം മാറും. ഞാൻ ആദ്യം ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷേ കുറച്ച് നേരം പോയി കിടന്നിട്ട് ഉറക്കവും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ കുളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലോഡ് ഇറക്കി കഴിയുമ്പോഴേക്കും വൈകുന്നേരം അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായി സുഖമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെ അടിപൊളിയാക്കാം. പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്നുണ്ട്. ഇവിടെയൊക്കെ സൈക്കിളുമേലാണ് ഫുൾ പിള്ളേരും പോണത്. ഇവിടെ അതുപോലെ തന്നെ വേറെ ഗോഡൗണുകളുണ്ട്, ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. അത് ഫ്രെയിം ഒരെണ്ണം ഇവിടേക്ക് ഇറക്കിയിട്ടുണ്ടല്ലോ. ഇതിനിപ്പോൾ കെട്ടി വലിക്കേണ്ടി വരുമോ കയറാണ്ട്? അനീഷ, കെട്ടി വലിച്ചു കൊടുക്കേണ്ടി വരുമോ കയറാണ്ട്? കുഴപ്പമുണ്ടാവില്ല അല്ലേ? തമിഴ്നാട്ടിലെ മണ്ണായാലും പറയാൻ പറ്റില്ലേ കയറില്ല എന്നുള്ളത്. കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കാം. വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെയാണല്ലോ. ആക്രി വണ്ടികളാണ് കൂടുതൽ. വർക്ക്ഷോപ്പിൽ പണിയാൻ പറ്റാത്ത വണ്ടിയൊന്നും കൊണ്ട് കൊണ്ടുവയ്ക്കണത്. ലോറി ബുക്കിംഗ് ഓഫീസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ നിറച്ചും വണ്ടികൾ ഓട്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെങ്ങനെ വല്ല ലോറിയുടെ ബുക്കിംഗ് ഓഫീസാവും. ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. നമുക്ക് ഇനി ആ അവസ്ഥയ്ക്കുള്ള വല്ല ലോഡ് ഇവിടെ അടുത്തുനിന്ന് വല്ല ബ്രോക്കർ ഉണ്ടെങ്കിൽ വെറുതെ നമ്മളൊരു 30-40 കിലോമീറ്റർ ഓടാൻ നിൽക്കണ്ട. ഒന്ന് ചോദിച്ചു നോക്കി നോക്കാം ഈ അണ്ണൻ്റെ അടുത്ത്. അതേപോലെ ഇവർക്കില്ലേ ഇങ്ങനത്തെ ചെറുവണ്ടിയിൽ ട്രാവലർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഒരുവിധമൊക്കെ നമ്മുടെ മഹീന്ദ്രയുടെ ഈ വണ്ടികളാണ് ഏറ്റവും അധികം. പിന്നെ ട്രാവലർ ഉണ്ടെങ്കിൽ അത് പണിതിട്ടുള്ള വണ്ടിയാണെങ്കിൽ ഒക്കെ നമ്മുടെ കേരളത്തിൽ പണിത വണ്ടികളാണ്. ഇവരുടെ അവിടെയൊന്നും അടിപൊളിയായിട്ട് പണിയണത് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് കുറേ വണ്ടികളൊക്കെ അവിടെ പണിതിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം കണ്ടിട്ടുണ്ട്. പകുതി ലോഡ് കയറ്റി ഇറക്കിയിട്ടോ അങ്ങോട്ട് പോകണ്ടല്ലോ. ചായക്കട തപ്പി നടന്ന് വന്നതാണ്. അനീഷ എവിടെയാണ് കണ്ടേ ചായക്കട? അങ്ങോട്ട് പോകണം അല്ലേ. ഞങ്ങൾ ചോദിച്ചത് ഫ്രൈഡ് റൈസ് അതേപോലെ നൂഡിൽസൊക്കെ വിൽക്കുന്ന കടയിൽ പോയിട്ടാണ് ഇത് ചോദിച്ചത്, ടീ ചോദിച്ചത്. അവർ വേഗം ഇത് ഇങ്ങൊന്നുമില്ല അങ്ങ് പോയി എന്തൊരു കടയിൽ അങ്ങ് പോയി ടീ കേൾക്കുന്ന പറയണത്. ഏതാണോ ഈ കടയാവോ? ഇവിടെ ഉണ്ട്. ഇവിടെ പലചരക്ക് കടയിലും ടീ കിട്ടും കേട്ടോ. എല്ലാവരും കുടിക്കുന്നുണ്ട്. ചായക്കട തന്നെയല്ലേ? ഇനിയിപ്പോൾ എന്ത് കണ്ടാലും മേടിച്ച് തിന്നണ കേസില്ല കേട്ടോ. ഇത് ഒരു ടേസ്റ്റ് ഇല്ലാണ്ട് വെറുതെ. ഇതിപ്പോൾ ഇവിടുത്തെ ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. വിറകൊക്കെ വെച്ച് തളിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, മറ്റേ പുളിവിറക് പോലത്തെ മറ്റേ വിറക്. നീറി ഒരു ദിവസം മുഴുവൻ കത്തുക പറയണ ഈ സാധനം. എന്തായാലും ഇത് വേണ്ട, ചായ മാത്രം മതി. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഒരു പാലം പൊളിഞ്ഞ് കിടക്കണണ്ടില്ല. അത് പുതിയ പാലം പണിയണതല്ല കേട്ടോ. പഴയ പാലം അവിടെ നിന്ന് അങ്ങോട്ട് പൊളിഞ്ഞിട്ടുള്ളതാണിത്. ഇവിടെ കണ്ടോ അതിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇടിഞ്ഞ് പോയിട്ടുള്ളതാണ് ഫുള്ള്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കണണ്ടില്ലേ. നമ്മളാദ്യം കണ്ടപ്പോൾ വിചാരിച്ച് പുതിയ പാലം വരുന്നതാണ്. പുതിയ പാലം വരുന്നതല്ല. ഞങ്ങൾ അവിടുന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്ന വഴിക്കൊന്ന് വെറുതെ നടന്നു വന്നു. ഈ പുഴയുടെ അടുത്താണെങ്കിൽ ഇവിടെ ഒന്ന് കുളിക്കാമല്ലോ എന്നുള്ള സെറ്റപ്പിൽ വന്നത്. പക്ഷേ തോർത്തുമുണ്ട് എടുക്കാനും അതുപോലെ സോപ്പ് എടുക്കാനും മറന്നു പോയി കുളിക്കാനായിട്ട്. എന്തായാലും ഇപ്പോൾ വെറുതെ കണ്ടിട്ട് പോയി വന്നിട്ട് അവിടെ പോയിട്ട് സോപ്പൊക്കെ എടുത്ത് വന്നിട്ട് കുളിക്കാനായിട്ട് വരാം. 2-ാം പ്രാവശ്യം ഒന്നും നടക്കണമെന്നുള്ളൂ ഇവിടം വരെ. എന്നാലും കുഴപ്പമില്ല. പക്ഷെ പാലം ഇടിഞ്ഞ് പോയിട്ട് അതിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെ കിടക്കണം കണ്ടോ. ഒക്കെ ഇടിച്ച് പൊട്ടിച്ച് അവർ ലെവൽ ചെയ്തിട്ടുണ്ട്. അയ്യോ ഇതിൽ കയറി പോകണം അല്ലേ. ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് അങ്ങനെ ഇറങ്ങി വരികയായിട്ട് ചെയ്തത് അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ സൈഡിൽ കൂടെ കയറി നമ്മുടെ പുഴയുടെ അവിടെ നല്ല വെള്ളമുണ്ട്. അവിടേക്ക് ഒന്ന് പോവാം. അതിൽ കിടക്കാം അല്ലേ. തമിഴ്നാട് അമ്പലത്തിൻ്റെ അവിടെയുള്ള ഉത്സവത്തിനും നമ്മൾ വന്നു കേട്ടോ. എവിടെ? ആനയൊക്കെ ഉണ്ട്. കണ്ടോ നമ്മൾ അപ്രതീക്ഷിതമായി വന്നു കറക്റ്റ് സമയത്ത്. ആനയുടെ അടുത്ത് അനുഗ്രഹം കിട്ടുമോ? ആനയുടെ അടുത്ത് കുത്ത് കിട്ടണോ പോയിട്ട്? അതെ. ആനയുടെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വേണ്ട. ആനയ്ക്ക് ആ സമയത്ത് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാലേ പണി പാടും. നിറച്ചും കച്ചവട സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലത്തെ അല്ല. അത് ഈ പായസൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ സംഭവങ്ങൾ. അതുപോലെ വറവ് മുറുക്ക് ഐറ്റംസ്. ഇതെന്നിട്ട് ജിലേബി ഒന്നുമുണ്ട് അല്ലേ. ജിലേബി സാധനങ്ങളൊക്കെ കറുത്ത ജിലേബി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വറുത്ത് വെക്കുന്നുണ്ട്. ഇത് താമര ഭരണി 6 അല്ലേ. താമര ഭരണി 6 എന്നാണ് കേട്ടോ. ഈ തൊട്ട് സൈഡിലുള്ള വലിയ ഭാരതപ്പുഴ പോലെയുള്ള പുഴയില്ലേ അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെയാണ് അമ്പലം. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കാണിച്ചു തന്നെ. ഞങ്ങൾ ഇവിടെ നടക്കാൻ ഇറങ്ങിയപ്പോൾ എന്തായാലും ഇതൊക്കെ കാണാൻ പറ്റാറായി. ഈ വറവ് സാധനങ്ങൾ ഇനി എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് കഴിക്കില്ല എന്ന് ഉറപ്പിച്ചു. എനിക്ക് 2-3 പ്രാവശ്യമായി അബദ്ധം പറ്റുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വെച്ച് മേടിച്ച് കഴിച്ചിട്ട് സാധനം തല്ലിപ്പൊളി ആവില്ല. നല്ല തിരക്കുണ്ട്. ഞങ്ങൾ വെറുതെ ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് നടന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടെ കേട്ടോ. ഇത് വലിയ അമ്പലമാണ് കേട്ടോ. ഇത്ര നേരം നമ്മൾ മറ്റുള്ള കച്ചവട സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പൂവിൻ്റെ ഒക്കെ ഒരു ഇതുണ്ട്. ഇതൊരു കിഴങ്ങ കഴിക്കുന്ന ടൈപ്പാന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടില്ല ഇതേവരെ. അതുപോലെ തന്നെ പൂവും സംഭവങ്ങളൊക്കെ ഇവിടെ നേർച്ചയും അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് വഴിപാടൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്.
നാളികേരം, അതുപോലെ ആ കുപ്പിയിലിരിക്കുന്ന എന്തിട്ടാണ് അത്? കുപ്പിയിലിരിക്കുന്ന വെളിച്ചെണ്ണയാ സാധനം എന്തിട്ടാ? പനിനീര്. ആ ഹാ. ഇതിലേക്ക് ആറിലേക്ക് ഇതിലിറങ്ങി പോകാട്ടോ. അതേ അവിടെ ചെന്ന് കുളിക്കാൻ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആനയുടെ അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരെ വന്നത്. ആനേനെ ഒന്ന് അടുത്ത് പോയി കാണട്ടെ എന്തായാലും. ശരി പോയിരണ. ഈ ആനയ്ക്ക് നമ്മൾ 10 രൂപ ആ പാപ്പൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ആന ആൾക്കാരുടെ തലയിൽ തുമ്പിക്കൈ വെച്ചിട്ട് അനുഗ്രഹിക്കും. അപ്പോൾ ഇത് അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ അതിൻ്റെ അടുത്ത് വന്നിട്ട് ആ ചേട്ടൻ ഇപ്പോൾ പൈസ കൊടുക്കും. വേറെ എന്തോ തിന്നാനും കൊടുക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ആന അനുഗ്രഹം കൊടുക്കും. ആന തിന്നാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പൈസ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, തിന്നാൻ കൊടുത്തപ്പോൾ അനുഗ്രഹം കൊടുക്കും. ആവൂലാണ് ആവൂല്. ആഹാ അടിപൊളി. അനുഗ്രഹം കൊടുത്തില്ലല്ലോ ആ ചേട്ടന്. ആ ചേട്ടൻ ഇനിയും സാധനങ്ങൾ കൊടുക്കാണ്ട് ആണോ? അപ്പോൾ ശരിയാവും. ഇതേ പൊരി കൊടുക്കുന്നു. ആനയുടെ ഫ്രണ്ടിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. ഭസ്മം നല്ല ഇതായിട്ടാണ്, ആർട്ട് വർക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ റോസാപ്പൂ മാലയും അതുപോലെ മറ്റുള്ള മാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിപ്പുണ്ട്, പക്ഷെ ഷേപ്പ് ഒരു ഉണ്ട ടൈപ്പ് അല്ലേ? അപ്പോൾ നമ്മുടെ അനീഷിനൊരാഗ്രഹം, അവനും ഈ പറഞ്ഞ പോലെ തന്നെ അനുഗ്രഹം മേടിക്കണം. അപ്പം എന്തേ അവൻ അനുഗ്രഹം മേടിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നോട്ടെ അവൻ അനുഗ്രഹം കൊടുക്കണം എങ്ങനെയാന്ന് നോക്കട്ടെ. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ആനയുടെ തുമ്പിക്കൈ കൊണ്ട് തലയിലൊന്ന് തൊടും, അത്രമാത്രം. ആനയുടെ അനുഗ്രഹം കിട്ടി. ഇതേവരെ നിനക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇനി ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയായി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. എനിക്ക് അനുഗ്രഹം വേണ്ടാത്തതുകൊണ്ടാ. എനിക്ക് ആനേനെ പണ്ടേ മുതൽ പേടിയാ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടും എല്ലാം അങ്ങോട്ട് നീങ്ങാണ്. ഇനി കുളിക്കാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് വെച്ചോ. ഐഷ അതിൻ്റെ പേരെന്നിട്ടാണ് അമ്പലത്തിൻ്റെ? ചേരമൻ കോവിൽ. അതായത് ചേര ചോള രാജവംശമൊക്കെ ഇല്ല, അവരുടെയൊക്കെ പരമ്പരയിൽ പെട്ടിട്ടുള്ള അങ്ങനത്തെ ഒരു കോവിലാണ് കേട്ടത്. അപ്പോൾ ഇതിൻ്റെ വിശേഷ ദിവസം കണ്ടാണ് ഇന്ന്. എന്തോ ഒരു ഉത്സവം എന്ന് പറഞ്ഞ പോലത്തെ എന്തോ ഒരു ചെറിയ പരിപാടിയൊക്കെ നടക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ ഈ തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും കറക്റ്റ് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി നേരെ ഇനി നമ്മൾ പുറത്തേക്ക് പോകട്ടോ. ഞങ്ങൾ നേരെ തിരിച്ച് അവിടെ എത്തിയായിരുന്നു, വണ്ടിയുടെ അടുത്ത് എത്തിയായിരുന്നു. അതിന് ശേഷം ഇങ്ങനെ ഒരു അണ്ണനുണ്ട്, ആ അണ്ണൻ അവിടെ ലോഡ് ഇറക്കിയായിരുന്നു. അണ്ണൻ്റെ ഒപ്പം വെറുതെ ഇങ്ങനെ സ്കൂട്ടറിൽ കറങ്ങാനായിട്ട് അവിടെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇയാളുടെ നമ്മളെ ഇറക്കിയ ആളുടെ കടയുടെ അവിടേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞങ്ങൾ. അങ്ങനെ നമ്മുടെ ഓർഡർക്കലും പരിപാടികളും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളും പോയി തിരിച്ചു വന്നു. ഇനിയിപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ നിറച്ചും വൈക്കോലും കാര്യങ്ങളൊക്കെ കിടക്കേണ്ട ഈ ഓട് കയറ്റിയിട്ടുള്ളതിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ക്ലിയർ ആക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പോയി കുളിക്കണം. കുളിച്ച് ഡ്രസ്സ് മാറി ഫുഡ് കഴിക്കാൻ പോകണം, എന്നിട്ട് കിടന്നുറങ്ങണം. ഇതാണ് ഇന്നത്തെ പരിപാടി. നമ്മൾ അവിടുന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് നമ്മൾ തൂത്തുക്കുടിയിലെത്തി. തൂത്തുക്കുടിയിൽ വെൽക്കം ടു തൂത്തുക്കുടി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കണ്ട് നേരെ ഇങ്ങനെ വരുമ്പോൾ നിറച്ചും കളർ ലൈറ്റ് ഒക്കെ ഇട്ട് പള്ളിപ്പെരുന്നാളിൻ്റെ ലൈറ്റ് പോലെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ സൈഡിൽ. ഇത് എന്നും ഉള്ളൊരു സംഭവം, അല്ലാണ്ട് ഇപ്പോൾ ഇന്ന് ഇവിടെ പെരുന്നാളായിട്ട് ഇട്ടിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ നിലവിൽ നമുക്കൊരു ഓട്ടം പറഞ്ഞിട്ടുണ്ട് നാളത്തേക്ക്. അത് ചോളാണ് കയറ്റാനായിട്ട് പറഞ്ഞിട്ടുള്ളത്, തൃശ്ശൂർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കയറ്റാനായിട്ട് നമ്മൾ പോവുകയാണ്. ബ്രോക്കർ ഓഫീസിൻ്റെ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വണ്ടി ഓടിച്ചായിരുന്ന ഒരു ഡ്രൈവർ പയ്യൻ ഇവിടെ ഇപ്പോൾ നമ്മുടെ ടിപ്പർ ഓടിച്ചായിരുന്നു കേട്ടോ. അവൻ ഇവിടെ നിൽക്കേണ്ടെന്ന്, പമ്പിൽ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വീഡിയോ കാണുന്ന ചേട്ടനും ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അവിടെ മരുന്ന് വായോ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞ കാരണം ആ ബ്രോക്കർ ഓഫീസിൽ പോകണേക്കാളും മുന്നേ ഇവരുടെ അടുത്ത് പമ്പിൽ അവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുളിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ കുളിക്കാനായിട്ട് അവിടെ കുളിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണേ. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് എന്താവും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ ഇവിടേക്ക് എത്തിയിട്ട് ഇവിടെ ഒരു ബ്രോക്കർ ഓഫീസല്ലേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഏത് ബ്രോക്കർ ഓഫീസ് ഇത്? ഇതാണോ ബ്രോക്കർ ഓഫീസ്? അവിടെയാണ് ബ്രോക്കർ ഓഫീസ്. അപ്പോൾ നമ്മളുടെ വണ്ടി ആദ്യം ടിപ്പറൊക്കെ ഓടിച്ചായിരുന്ന പയ്യനാണ് കേട്ടോ അവൻ. അതേപോലെ ഈ ചേട്ടനൊക്കെ ഈ സമയം നമ്മളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതേ ഇവിടെ വണ്ടി നമ്മളുടെ എല്ലാ വണ്ടികളും ഇവരുടെ വണ്ടിയുടെ ഉള്ളിൽ കയറ്റി ഇട്ട് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് എന്താ പറയുക അടിപൊളിയാക്കി. ഇനിയിപ്പോൾ ഇവർ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ പകുതി സാധനങ്ങളായിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതിനായിട്ട് നിന്ന് വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ അവൻ കുട്ടൻ
എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ആയി വരുമ്പോൾ കുറേ സമയം പോയി. ഇനിയിപ്പോൾ നീ എന്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? സാമ്പാറിന്റെ മണം നന്നായിട്ട് ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. വേറെ എന്തുട്ടാ? സാമ്പാർ, ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തിട്ടാ സാധനം? മീൻ വറക്കാൻ പോകണു. എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തോണ്ടിരിക്കുക. വണ്ടിയുടെ ഉള്ളിൽ മൊത്തം വീടിന്റെ മണമാണ് കേട്ടോ. വീടിന്റെ കിച്ചന്റെ ഉള്ളിൽ കയറിയ മണമാണ് മൊത്തത്തില്. സ്റ്റവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. ഭാരത് ബെൻസിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റില്ല. അടുക്കള ഫുള്ള്. അതെ, ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വണ്ടികളിൽ മാത്രമേ പറ്റുള്ളൂ. ഭാരത് ബെൻസിലൊന്നും ഈ ഒരു കളി നടക്കില്ല കേട്ടോ. നോക്കി എല്ലാ സംഭവങ്ങളും ഒരു കിച്ചന്റെ ഉള്ളിൽ എങ്ങനെയാണോ അതേപോലെയുള്ള ഫുള്ള് കാര്യങ്ങളും സംഭവങ്ങളും. അപ്പോൾ നീ ഒരു കാര്യം ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് മെല്ലെ റെഡിയാക്കി ഞങ്ങൾ മെല്ലെ നീങ്ങട്ടെ കേട്ടോ. അപ്പോൾ പിന്നെ അടുത്ത ദിവസം കാണാം. അതെ, അപ്പോൾ നമ്മൾ അടുത്ത ദിവസം കാണുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ നേരെ പോവാണ്. ഓക്കെ, നടക്കത്തില്ല. അപ്പൊ ശരി കേട്ടോ. ഓക്കെ, ശരി, കാണാം. എന്നാ പോരുന്നാ പറയണത്. ഇനി കാണാമല്ലോ നമുക്ക് കേട്ടോ. അപ്പൊ ശരി എന്നാ. ഓക്കെ, എല്ലാ വണ്ടിയും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്തിട്ടാണെന്ന് അറിയാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് 4 വണ്ടി ഒന്ന് സെറ്റാക്കിയത്. കാരണം ഒരു വണ്ടി അവിടെ, ഒരു വണ്ടി അവിടെ, ഇവിടെയൊക്കെ ആയിട്ടായിരുന്നു എല്ലാ വണ്ടികളും കിടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കയറ്റിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ അവിടെ മറ്റേ നമ്മുടെ ബ്രോക്കർ ഓഫീസ് ഉണ്ട്, അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇനി ഫുഡ് കഴിക്കണം. നേരെ പോയി കുളിച്ച് ഒന്ന് കിടന്ന് എത്രയും പെട്ടെന്ന് ഉറങ്ങാനുള്ള പരിപാടികൾ നോക്കണം. അപ്പോൾ ഇവിടുന്ന് പോവാണ് കേട്ടോ.